പോസ്റ്റ് ആക്സിൻ്റെ മാത്തമെറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് റീസണിങ് സെക്ഷനാണ്. ഇപ്പോൾ റീസണിങ് സെക്ഷനിൽ നമ്മളിന്ന് പഠിക്കുന്നത് അനലോഗി, നോൺ വെർബൽ റീസണിങ് ഇൻ VR. നോൺ വെർബൽ എന്ന് പറയുമ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതും ആൻസർ എന്ന് പറയുന്നതും എന്ത് മാത്രമേ കാണത്തുള്ളൂ? കുറച്ച് പിക്ചേഴ്സ് മാത്രമേ കാണത്തുള്ളൂ. നമ്മൾ പിക്ചറിലായിരിക്കും ക്വസ്റ്റ്യൻ, പിക്ചറിലായിരിക്കും ആൻസർ. A comparison between things that have similar features often used to help explain a principle or idea. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ കുറച്ച് വസ്തുക്കളെ, ഇവിടെ ഇപ്പോൾ നമ്മൾ പടങ്ങളാണ്, പിക്ചേഴ്സാണ്, പിക്ചേഴ്സിനെ കമ്പയർ ചെയ്യും, രണ്ട് പിക്ചർ തമ്മിൽ കമ്പയർ ചെയ്യും. എന്നിട്ട് ആ ഒരു കമ്പാരിസൺ ഉപയോഗിച്ചുകൊണ്ട് അടുത്ത മൂന്നാമത്തെ നാലാമത്തെ പിക്ചർ നമ്മൾ, അല്ലെങ്കിൽ മൂന്നിൽ നിന്ന് എങ്ങനെ 4 ഡെവലപ്പ് ചെയ്യാം എന്ന് നമ്മൾ കണ്ടുപിടിക്കും. അതാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഫിഗറിൽ ഇപ്പോൾ ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞു, നമ്മൾ ക്വസ്റ്റ്യൻ തന്നിരിക്കും. ഇപ്പോൾ ഞാൻ ഇതിൽ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്തിട്ടില്ല. ക്വസ്റ്റ്യൻ എങ്ങനെ ആയിരിക്കും? നിങ്ങൾ ഫസ്റ്റും സെക്കൻഡും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം കാണും. ആ ബന്ധം ഉപയോഗിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, മൂന്നാമത്തെ ഫിഗറിൽ നിന്ന് നാലാമത്തെ ഫിഗർ വരച്ചെടുക്കുക. ഓക്കെ, പിന്നെ ചില ക്വസ്റ്റ്യനൊക്കെ നമ്മളെപ്പോഴും ബന്ധം നോക്കാതെ തന്നെ ഈ ഓപ്ഷനൊക്കെ കട്ട് ചെയ്ത്, ഇപ്പോൾ നമുക്ക് ഓപ്ഷൻ കട്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നോ നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 1 2 എന്താണ് ബന്ധം, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്തായാലും ഈ രണ്ട് ഫിഗറിലും നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഈ ഷെയ്ഡഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ 2 ലീഫ് ഉണ്ടല്ലോ ഓരോ ഫിഗറിലും. ഈ ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് എന്ന് വെച്ചാൽ ഈ ലീഫിൻ്റെ അറ്റത്തല്ല കിടക്കുന്നത്, ഇങ്ങനെ കിടക്കുന്നു അല്ലേ. ഇവിടെ ഇപ്പോൾ ഈ A എന്ന ഫിഗറിൽ ലീഫിൻ്റെ എൻഡിലാണ് ആ ഷെയ്ഡ് വന്നിരിക്കുന്നത്. അതായത് ഇവിടെയും ലീഫിൻ്റെ എൻഡിലാണ്. പിന്നെ ലാസ്റ്റ് E എന്ന ഫിഗറിലും എന്താണ്, എൻഡിലായിട്ടാണ് ആ ഷെയ്ഡ് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും മൂന്നാമത്തെ ഫിഗറിൻ്റെ ഓപ്ഷനായിട്ട് ഒരിക്കലും ഈ പറയുന്ന എയും ബിയും ഇയും വരത്തില്ല, കാരണം എൻഡിലാണല്ലോ ഷെയ്ഡ് കിടക്കുന്നത്. ഇനി വരാൻ സാധ്യത സിയും ഡി ആണ്. നിങ്ങൾ ഇനി സിയും ഡി നോക്കുമ്പോൾ ഡി വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഡി എന്ന് പറഞ്ഞാൽ കറക്റ്റ് നേരെ ഓപ്പോസിറ്റ് അങ്ങനെ കിടക്കുന്ന. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ഫിഗർ ഇല്ല അല്ലേ. 1 2 കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ഫിഗർ വരുന്നുമില്ല. അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് എന്താ പറയാം, സി എന്ന ഓപ്ഷനായിരിക്കും കറക്റ്റ് എന്ന് പറയാം. ഇനി ഇത് അല്ലാതെ ചിന്തിക്കുകയാണെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും ഉണ്ട്. ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ക്ലോക്കിൽ സൂചി തിരിയുന്ന ഡയറക്ഷനെയാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ക്ലോക്കിൽ സൂചി തിരിയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നിങ്ങൾ നോക്കുമ്പോൾ ഈ വൈറ്റ് കളറുള്ള ലീഫ് നിങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു 135 ഡിഗ്രിയിലാണ് ഇങ്ങനെ കിടക്കുന്നത്. 135 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഒരു വര ഇങ്ങനെ വന്ന ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെ നോക്കുമ്പോൾ 90 ഡിഗ്രി ആയി. പിന്നെ ഒരു 45 കൂടെ ആകുമ്പോഴത്തേക്കും അല്ലേ, ഇവിടെ നിന്ന ലീഫ് അത് എങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് 135 ഡിഗ്രിയാണ്. അതുപോലെ നമുക്ക് ഇത് ചിന്തിച്ചെടുക്കാം. ഈ ഒരു വൈറ്റ് ലീഫ് എന്ന് പറയുന്നത് അല്ലേ, ഈ മൂന്നാമത്തെ ഫിഗറിൽ വൈറ്റ് ലീഫ് കിടക്കുന്നത് എങ്ങനെയാണ്, അതൊരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 135 എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും, ഇങ്ങനെ ആയിരിക്കും വരുന്നത് അല്ലേ. 90 ആകുമ്പോൾ ഇങ്ങനെ വരും, 135 ആകുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ എണീച്ച് വന്നു. അപ്പോൾ അതുകൊണ്ട് നോക്കി ഈ ഒരു ഫിഗർ, സി എന്ന ഫിഗർ കൂടെ നോക്കി, അങ്ങനെയല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്ത് നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഓപ്ഷൻ കട്ട് ചെയ്ത് പറയാൻ പറ്റും. അപ്പോൾ ഈ 2 മെത്തേഡ് അറിയാം. ഓപ്ഷൻ സി. നെക്സ്റ്റ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്താ വന്നിരിക്കും, ഫസ്റ്റ് ഫിഗറും സെക്കൻഡ് ഫിഗറും തമ്മിലുള്ള ബന്ധം എന്താണ്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട് 2 ഫിഗറും. നിങ്ങൾ നോക്കുമ്പോൾ ഫസ്റ്റ് ഫിഗറിൽ സർക്കിൾ താഴെയും സ്ക്വയർ മുകളിലുമാണ്. തിരിച്ചിവിടെ രണ്ടാമത്തെ ഫിഗർ വരുമ്പോൾ സ്ക്വയർ താഴെയും സർക്കിൾ മുകളിലായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ താഴെ വരുന്ന ആൾക്കാരുടെ എണ്ണം എപ്പോഴും 3 പേരാണ്. താഴെ സർക്കിൾ 3 എണ്ണം, സ്ക്വയർ താഴെ വന്നാലും 3 എണ്ണം, പക്ഷേ മുകളിൽ വരുന്ന ആളുടെ എണ്ണം 1 ആണ്. നിങ്ങൾ ഈ ട്രയാങ്കിളും കുറേ എൽ ഷേപ്പും ഉണ്ട് അല്ലേ. അപ്പോൾ എൽ ഷേപ്പ് മുകളിൽ കയറുന്ന ആൾ ഒരു വട്ടേ കാണുള്ളൂ. ട്രയാങ്കിൾ താഴെ ഇറങ്ങണം. അപ്പോൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത് താഴെ വരുന്ന ആൾ 3 വട്ടം വേണം അല്ലേ, 3 പ്രാവശ്യം വേണം. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഏത് ഫിഗറെന്ന് മനസ്സിലായി കാണുമല്ലോ. ഓപ്ഷൻ എ. മൂന്നാമത്തെ ദിവസത്തിൽ നമ്മൾ ഇവിടെ എങ്ങനെയാണ് ഈ മുകളിലോട്ടുള്ള 1ഉം 2ഉം തമ്മിലുള്ള ബന്ധമാണേ നോക്കുന്നത് എപ്പോഴും. അത് ഉപയോഗിച്ചിട്ടാണ് 3ഉം 4ഉം കണ്ടുപിടിക്കേണ്ടത്, മറന്നുപോലെ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ നിങ്ങൾ നോക്കുമ്പോൾ ഒന്നാമത്തെ ഏതാ ഇങ്ങനെ ഈ ഒരു യു ഷേപ്പ്, അത് രണ്ടാമത്തെ ഫിഗർ നമ്മൾ താഴോട്ട് വന്നു അല്ലേ. പിന്നെ അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് തലകുത്തി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ മൂന്നാമത്തെ ഫിഗറിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ മുകൾ ഭാഗം താഴോട്ടും വരണം അല്ലേ, ഈ താഴത്തെ ഭാഗം എവിടെയും വരണം, മുകളിലോട്ടും വരണം. അങ്ങനെ വരേണ്ട. അങ്ങനെ നോക്കുമ്പോൾ മുകൾ ഭാഗം താഴത്തെ ഭാഗം മുകളിൽ എന്ന് പറയുമ്പോൾ അത് ഏത് ഓപ്ഷനായിട്ട് വരും, അത് എ ഓപ്ഷനായിട്ട് വരും. ശരിയല്ലേ, ഓപ്ഷൻ എ.
ഇനി അടുത്ത ഫിഗറിൽ നോക്കണേ. അടുത്ത ഫിഗറിൽ 1 2 നമ്മൾ ബന്ധം എന്താണ്? 1 2 നമ്മൾ ബന്ധം എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ രണ്ടും നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ. മുകളിൽ 2 എണ്ണം, താഴെ 1 എണ്ണം, അങ്ങനെയാണ് ഇരിക്കുന്നത്. മുകളിൽ ഒരു സർക്കിള്, താഴെ ഒരു കൂര പോലത്തെ സാധനം അല്ലേ. പക്ഷേ നിങ്ങൾ മൂന്നാമത്തെ ക്വസ്റ്റ്യന് നോക്കുമ്പോഴത്തേക്കും അത് നമുക്ക് ചേഞ്ച് ചെയ്യണം. പക്ഷേ വേറെ കാര്യം ശ്രദ്ധിക്കുക, മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ മുകളിൽ ഒരാളും താഴെ 2 പേരും അങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചേഞ്ച് ചെയ്യുമ്പോൾ മുകളിൽ ഒരാളും താഴെ 2 പേരും ആ ഒരു മെത്തേഡിൽ വേണം ചേഞ്ച് ചെയ്യാൻ. ഓക്കെ, മുകളിൽ ഒരാളും താഴെ 2 പേരും എന്ന് പറഞ്ഞാൽ ഏത് ഓപ്ഷൻ വരും? ബി ഓപ്ഷൻ. മുകളിൽ ഒരാളും താഴെ 2 പേരും. കാരണം മൂന്നാമത്തെ ഫിഗറിൽ അങ്ങനെ കൊടുത്തിരിക്കുന്നു. ബി ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ഒന്നാമത്തെ ക്വസ്റ്റ്യനും രണ്ടാമത്തെ ക്വസ്റ്റ്യനും നമ്മളുടെ ബന്ധം എന്താ? ഇവിടെ ഈ 3 കറുത്ത ഉണ്ടകളുണ്ടല്ലേ, 3 ബ്ലാക്ക് ബോൾസ് ഉണ്ട്, അത് അവിടെ അങ്ങനെ ഇപ്പോൾ ഉണ്ട്. എന്നിട്ട് ഈ 3 വരകളാണ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ നോക്കി ചിന്തിക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ഫിഗർ, നാലാമത്തെ ഫിഗർ ചിന്തിക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ഫിഗറിൽ ആ ബ്ലാക്ക് ഷെയ്ഡ് അവിടെ തന്നെ വേണം അല്ലേ. എന്നിട്ട് ആ ഒരു വി ഷേപ്പ് തിരിച്ചും കിട്ടാൻ മതി. ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും ഏത് ഓപ്ഷനായിട്ട് വരും? നമുക്കത് സി ഓപ്ഷനായിട്ട് വരും. ശരിയല്ലേ? സി ഓപ്ഷൻ. നെക്സ്റ്റ് ഒന്നാമത്തെ ഫിഗറും രണ്ടാമത്തെ ഫിഗറും തമ്മിൽ ബന്ധം എന്താ? ഇതിലിതാ ഈ ഒരു സാധനം നേരെ താഴോട്ട് വന്നിരിക്കുകയാണ് അല്ലേ, നേരെ ഇവിടെ താഴോട്ട് വന്നിരിക്കുക. അപ്പോൾ ഇത് നേരെ താഴോട്ട് വരുമ്പോൾ ഇവിടെ ഒരു കറുത്ത സാധനം, ഇവിടെ കുറേ കുത്ത്. ശരിയല്ലേ? പിന്നെ സംഭവിച്ചിരിക്കുന്നത് ഇത് നേരെ ഇങ്ങോട്ട് പോയത് മാത്രമല്ല, ഇവിടെ ആദ്യം നോക്കുമ്പോൾ പ്ലസ് ആ മൂലയ്ക്കും അതിന് താഴെയാണ് മൈനസ് വരുന്നത്. പക്ഷേ ഇവിടെ തിരിച്ചു വന്നു, മൈനസ് മൂലയ്ക്കും പ്ലസ് ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ അതായത് ഇങ്ങനെ മുകളിലോട്ട് കയറുമ്പോൾ ഈ വര ഇങ്ങനെ വരണം അല്ലേ, താഴെയുള്ള ആൾ ഇങ്ങനെ മുകളിലും വരണം, ആ സ്ക്വയർ ഇങ്ങനെ വരണം. ശരിയല്ലേ? അപ്പോൾ നമുക്കത് ഏത് ഓപ്ഷനായിട്ട് മാറിയിട്ടുണ്ട്? ബി ഓപ്ഷൻ. ശരിയല്ലേ? ഓപ്ഷൻ ബി. നെക്സ്റ്റ് ഒന്നാമത്തെ ഫിഗറും രണ്ടാമത്തെ ഫിഗറും തമ്മിൽ ബന്ധം എന്താ? നിങ്ങൾ നോക്കുന്നറിയാം, ഒന്നാമത്തെ ഫിഗറിൽ കുറേ വരകൾ ഇങ്ങനെ എത്ര വര വരച്ചിട്ടുണ്ട്? 6 വര ഇങ്ങനെ വരച്ച രണ്ടാമത്തെ ഫിഗറായി. അതുപോലെ ഇതിൽ നമ്മളിങ്ങനെ വരച്ചെടുക്കുക. ഇങ്ങനെ വരച്ചെടുക്കുമ്പോൾ അത് ഏത് ഫിഗറായിട്ട് മാറും? ഓപ്ഷൻ എ ആയിട്ട് മാറും. ഓക്കെ, ഞാൻ കുറച്ച് സ്പീഡിലായിട്ടാണ് പോകുന്നത്, കാരണം മാക്സിമം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സ്പീഡിൽ പറയുന്നത്. നിങ്ങൾ ഇത് പക്ഷേ വേറെ ഇക്വേഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പോൾ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തണം, അതിന് വേണ്ടിയിട്ടാണ് മാത്രം. ഓക്കെ, നെക്സ്റ്റ് ഫിഗർ നോക്കുമ്പോൾ എങ്ങനെയാ ഈ ഫസ്റ്റ് ഫിഗറും സെക്കൻഡ് ഫിഗറും തമ്മിലുള്ള ബന്ധം, അതാണ് ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ നടുക്കത്തെ സ്ക്വയർ എന്ത് ചെയ്തു? പുറത്തോട്ട് വന്നു. അകത്തെ ആൾ പുറത്തും വന്നു. നടുക്കത്തെ ത്രികോണം പുറത്തും വന്നു. പുറത്തുള്ള ഈ സ്ക്വയർ എന്ത് ചെയ്തു? അകത്തോട്ട് കയറി. പക്ഷെ അകത്തോട്ട് ഇറങ്ങുന്ന ആറ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു മെത്തേഡ് നോക്കണമെങ്കിൽ മൂന്നാമത്തെ ഫിഗറിൽ പുറത്തുള്ള ആൾ സ്ക്വയറാണ്. അപ്പോൾ നമ്മൾ അതെടുത്ത് അകത്തോട്ട് വയ്ക്കണം. അത് ഷെയ്ഡ് ചെയ്യാൻ വേണം. ശരിയല്ലേ? അകത്തുള്ള ആൾ ട്രയാങ്കിളാണ്. അത് ഇങ്ങനെ പുറത്തോട്ട് എടുത്ത് വയ്ക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഏത് ഓപ്ഷനായിട്ട് മാറി? ഇ എന്ന ഓപ്ഷനായിട്ട് മാറി. ശരിയല്ലേ? നെക്സ്റ്റ് ഒന്നാമത്തതും രണ്ടാമത്തതും തമ്മിലുള്ള ബന്ധം എന്താ? ഒന്നാമത്തേൽ ഇതാ ഈ കറുത്ത ബോൾ ഇവിടെ ആയിരുന്നു അല്ലേ. അതൊരു 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ്, ഇങ്ങോട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാണ് ക്ലോക്ക് തിരിയുന്ന സൂചിയുടെ ഡയറക്ഷൻ നിങ്ങൾക്കറിയാം, അതിന് നേരെ തിരിച്ച്. ഓക്കെ, ഒരു 90 ഡിഗ്രി ഇതാ ഇങ്ങോട്ട് കിടക്കുകയാണ് അല്ല, ഇവിടെ കിടന്ന ആൾ ഒരു സ്റ്റെപ്പ് മാറി ഇങ്ങോട്ട് കിടക്കുകയാണ്. പിന്നെ ചിന്തിക്കേണ്ടത് ഇതാ ഇവിടെയുള്ള ആരോ മാർക്ക് രണ്ടാമത്തെ ഫിഗറിലായപ്പോൾ അതിങ്ങനെ കറങ്ങി കുറച്ചും കൂടെ അടുത്തോട്ട്, ആ കറുത്ത ഉണ്ടയ്ക്ക് കുറച്ചും കൂടെ അടുത്തോട്ട് വന്നിട്ടുണ്ടേ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? മൂന്നാമത്തെ ഫിഗറെ നാലാമത്തെ ഫിഗർ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം നോക്കുമ്പോൾ ഇവിടെ ഒരു കറുത്ത ഉണ്ടയുണ്ട്. അത് 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തിരിയണം. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇവിടെ ആയിരിക്കും വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ വരുന്ന ഫിഗർ എന്ന് പറയുമ്പോൾ സി ഓപ്ഷനും ഉണ്ട്, ഇ ഓപ്ഷനും ഉണ്ട്. ഇനി ആ ഒരു ആരോ മാർക്ക് കൂടെ ശ്രദ്ധിക്കുക. ആരോ മാർക്ക് കിടക്കുന്നത് ഇവിടെ, ആരോ മാർക്ക് കുറച്ചും കൂടെ അടുപ്പിക്കണ്ടേ. ഇവിടെ കിടന്ന ആരോ മാർക്ക് കുറച്ചുകൂടെ ഇങ്ങോട്ട് എവിടെയെങ്കിലും വരണം. അങ്ങനെ വരുന്നതെന്ന് പറയുന്നത് ഏത് ഓപ്ഷനിലാണ്? ഈ ഓപ്ഷനിലാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ വന്നിട്ട് ഈ ഓപ്ഷൻ. നെക്സ്റ്റ് അടുത്തതിൽ അതായത് ഇങ്ങനെ ഇവിടെയാണ് ഈ അമ്പ് കിടന്നത് അല്ലേ. ഇതിങ്ങനെ കറങ്ങി ഇവിടെ വന്നു, ഒരു 180 ഡിഗ്രി കറങ്ങിയാണ് താഴോട്ട് വന്നിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഇവിടുത്തെ അമ്പും ഇതുപോലെ 180 ഡിഗ്രി കറങ്ങിയാണ് ഇപ്പുറത്ത് വന്നിരിക്കുന്നത്. ശരിയല്ലേ? ഇപ്പുറത്ത് വന്നിരിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് സെക്കൻഡ് 180 ഡിഗ്രി കറക്കണം.
അപ്പോൾ ഈ ഒരു അമ്പ് 180 ഡിഗ്രി കറക്കുമ്പോൾ ഇവിടെ നിന്ന് എണീച്ച് 180 ഡിഗ്രി കറക്കുമ്പോൾ ഇവിടെ വരും. 180 ഡിഗ്രി കറക്കുമ്പോൾ അത് ഇങ്ങോട്ട് വരും. ശരിയല്ലേ, ഇങ്ങോട്ട് വരും. പിന്നെ ഇത് അത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ, കാരണം ഇവിടെ ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടല്ലേ കിടക്കുന്ന അടുത്ത അമ്പ്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് ഏത് ഓപ്ഷനാണ് അങ്ങനെ വരുന്നത്? ബി ഓപ്ഷൻ അല്ലേ, ബി ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ ഫസ്റ്റും സെക്കൻഡും തമ്മിലുള്ള ബന്ധം എന്താണ്? നമ്മളെപ്പോഴും അതാണല്ലോ കണ്ടുപിടിക്കുന്നത്. ഇതാ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ട്രപ്പീസിയം എന്നാണ് പറയുന്നത്. ട്രപ്പീസിയം അത് ഇങ്ങോട്ട് മാറി വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് തല തിരിച്ചാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ഫിഗറിൽ താഴെ ബേസ് കൂടുതലും മുകൾ ഭാഗം ടോപ്പ് കുറവായിരുന്നു. പക്ഷേ നമ്മൾ സെക്കൻഡ് ഫിഗറിലോട്ട് വരുമ്പോൾ ഇവിടെ ബേസ് കുറവും ടോപ്പ് കൂടുതലും അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ തേർഡ് ഫിഗർ ഇന്ന് ഫോർത്ത് ഫിഗർ നിർമ്മിക്കുമ്പോൾ ഇതേപോലെ ഈ ട്രപ്പീസിയം തല തിരിച്ച് കൊണ്ടുവരണം. ഇങ്ങനെയായിരിക്കും വരുന്നത്. ഓക്കെ. പിന്നെ വേറെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടന്ന ഒരു ഉണ്ടയാണ്. അതെന്ത് ചെയ്തു? അത് നേരെ ഒരു 90 ഡിഗ്രി ഇങ്ങോട്ട് തിരിച്ചു വെച്ചു അല്ലേ. ഇങ്ങോട്ട് തിരിച്ചു വയ്ക്കുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സാധനം 90 ഡിഗ്രി ഇങ്ങോട്ട് തിരിക്കുമ്പോൾ അത് ഇങ്ങനെയായിരിക്കും വരുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് തിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ഫിഗറിൽ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് തിരിച്ച്, എന്നിട്ട് താഴോട്ട് കൊണ്ടുവച്ചു. അപ്പോൾ ഇത് മൂന്നാമത്തെ ഫിഗറിൽ മുകളിലിരിക്കുകയാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 90 ഡിഗ്രി തിരിച്ചിട്ട് താഴെ കൊണ്ടുപോയിക്കുക. അപ്പോൾ ഇത് ഏകദേശം അതിൽ വരും. ഇനി ഉണ്ടല്ലേ, ഇവിടെ ഈ അമ്പ് ഒരു 135 ഡിഗ്രി തിരിച്ച് ഇങ്ങോട്ട് വെച്ചിരിക്കുക. അപ്പോൾ ഇത് 135 ഡിഗ്രി തിരിച്ച് ഇങ്ങോട്ട് വരണം അല്ലേ. അപ്പോൾ ഏകദേശമൊക്കെ വരുന്നത് ഏതായിരിക്കും? സി എന്ന ഓപ്ഷനിൽ ഉണ്ട്, ഇ എന്ന ഓപ്ഷനിലും അതുണ്ട്. പക്ഷേ ഇതായി ഇവിടെ ഒരു എന്ത് കാണുന്നുണ്ട്? ഇതായി ഒരു സാധനം, ഇതും ഇവിടെ ഇരുന്നതാണ്. അത് നേരെ ഇവിടെ വന്നു, ആ ഒരു കറുത്ത ബോൾ അല്ലേ, ഇവിടെ വന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും? ഇവിടെ ഇരുന്ന ആൾ ഇതാ ഇവിടെ ആയിട്ട് വരണം അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ എന്ന് പറയുന്നത് സി ഓപ്ഷനാണ്, ഓപ്ഷൻ സി. അതുകൂടെ ഒന്ന് ചിന്തിച്ചിട്ട് മൂന്ന് പേരുടെ മൂവ്മെൻറ്റ്, റൊട്ടേഷൻ എന്ന് പറയുമ്പോഴത്തെ മൂവ്മെൻറ്റ് ശ്രദ്ധിക്കണം, റൊട്ടേഷൻ ശ്രദ്ധിക്കണം. ലെഫ്റ്റിലായിട്ടാണോ, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ ക്ലോക്ക് വൈസ് ആണോ തിരിഞ്ഞെന്ന് ശ്രദ്ധിക്കണം. പിന്നെ തിരിഞ്ഞിട്ട് അത് ഓരോരുത്തരും എവിടെ വന്ന് ഇരുന്നു എന്ന് ശ്രദ്ധിക്കണം. ഈ മൂന്നെണ്ണത്തിൽ നിന്ന് നിങ്ങളൊന്ന് നോക്കുക. ഓപ്ഷൻ സി ആണ്. ഓക്കെ, നെക്സ്റ്റ്. ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാനുള്ളതുള്ളൂ കേട്ടോ. കൂടുതലും കുറച്ച് ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് കുറച്ച് സ്പീഡായിട്ടാണ് പറഞ്ഞു പോകുന്നത്. വീണ്ടും പറയുന്നത്, കുറച്ച് സ്പീഡായിട്ട് പറഞ്ഞു പോകേണ്ട കാരണം ക്വസ്റ്റ്യൻസ് കൂടുതൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നിനുമല്ല കേട്ടോ. നെക്സ്റ്റ്, ഫസ്റ്റ് ഫിഗറും സെക്കൻഡ് ഫിഗറും ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വെളുത്ത തലയായിരുന്നു. ആ വെളുത്ത തല ഒരു ശകലം ഡിഗ്രി കറങ്ങി കറുത്ത തലയായിട്ട് മാറി. എങ്ങോട്ട് കറങ്ങി നോക്കണം? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കറുത്ത തലയാണല്ലോ. കറുത്ത തല കുറച്ച് കറങ്ങുമ്പോഴും അത് ഇവിടെ വരും, പക്ഷെ അത് വെളുത്ത തലയായിട്ട് മാറ്റണം. എന്നിട്ട് ഈ കാല് മുകളിൽ കിടന്ന കാല് താഴോട്ട് വന്നു. അങ്ങനെ വന്നിരിക്കുന്നത് ഒന്നാമത്തെ ഫിഗറിലും രണ്ടാമത്തെ ഫിഗറിലും. അപ്പോൾ വെളുത്ത തല എവിടെ വരണം? കാല് സ്വാഭാവികമായിട്ട് ഇവിടെ താഴെ വരും. ആ താഴെ വരുത്തേണ്ട, ആ കാല് മുകളിൽ കയറ്റണം. വെളുത്ത തലയും കാല് മുകളിലാക്കിയിട്ടുള്ള വെളുത്ത തല എന്ന് പറയുമ്പോൾ ഏതാണ്? സി ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ്. ഫസ്റ്റ് ഫിഗറും സെക്കൻഡ് ഫിഗറും തമ്മിലുള്ള ബന്ധം. ഫസ്റ്റ് ഫിഗർ എന്ന് പറയുമ്പോൾ ഈ ട്രയാങ്കിൾ ഇവിടെ താഴെ വന്നു, രണ്ടാമത്തെ ആൾ മുകളിൽ കയറി. അപ്പോൾ സ്ക്വയർ മൂന്നാമത്തെ 4 വരുത്തുമ്പോഴത്തേക്കും സ്ക്വയർ താഴെ വരണം, സർക്കിൾ മുകളിൽ കയറണം. ഒന്നാമത്തെ ഫിഗർ നോക്കുമ്പോൾ മൂന്നാമത്തെ നടക്കുന്ന സർക്കിളാണ്, അത് ഏറ്റവും പുറത്ത് നിന്നിരിക്കുക. മൂന്നാമത്തെ ഫിഗർ നോക്കുമ്പം പുറത്ത് ത്രികോണമാണ്, അത് ഏറ്റവും പുറത്ത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എന്തെന്ന് പറയാം? സി ഓപ്ഷൻ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ്. ഫസ്റ്റും സെക്കൻഡും ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ ലെഫ്റ്റ് ഭാഗം ഇവിടെ റൈറ്റിലായി, ഈ ഭാഗം ഇവിടെയായി. എന്ന് വെച്ചാൽ ഒരു കണ്ണാടി വെച്ചാൽ കണ്ണാടിയിൽ കാണുന്ന രീതിയിൽ അങ്ങ് മാറി അല്ലേ. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ 3 നിന്ന് 4 വരയ്ക്കുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും? ഇവിടെ ഒരു ട്രയാങ്കിൾ, ഇവിടുത്തെ ട്രയാങ്കിൾ ഇപ്പുറത്ത് വരണം, വര തിരിച്ച് വരില്ല, തിരിക്കണം, ഇപ്പുറത്ത് വരണം. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഇതിങ്ങനെ വരും, അതും തിരിക്കണം.
അല്ലേ? ഇപ്പോൾ അതായത് ഏത് ഓപ്ഷനായി ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതല്ലല്ലോ, സി ഓപ്ഷൻ അല്ലേ, ഓപ്ഷൻ സി. നെക്സ്റ്റ്, ഫസ്റ്റും സെക്കൻഡും തമ്മിലുള്ള ബന്ധം. ഫസ്റ്റും സെക്കൻഡും തമ്മിലുള്ള ബന്ധം എന്താ? ഫസ്റ്റിൽ ഈ വലിയ ഫിഗർ തലതിരിഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതും തലതിരിച്ച് വരണം. അപ്പോൾ ഇങ്ങനെ 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 അല്ലേ? തേർഡിൽ നിന്ന് ഫോർത്ത് ഡെവലപ്പ് ചെയ്യണേ. പിന്നെ സംഭവിച്ചത് ഈ പുറത്തിറക്കുന്ന ആൾ അകത്ത് മണ്ടയിലോട്ടാണ് വന്നിരിക്കുന്നത്. അത് പകുതി ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുറത്തിറക്കുന്ന ആൾ സർക്കിളാണ്, അത് മണ്ടയിലോട്ട് വരണം. എന്നിട്ട് പകുതി ഭാഗം ഷെയ്ഡ് ചെയ്യാൻ വേണം. അപ്പോൾ അങ്ങോട്ട് ഫിഗർ എന്ന് പറഞ്ഞാൽ ഏത് ഫിഗറാണ്? ഈ ഓപ്ഷൻ അല്ലേ, ഈ ഓപ്ഷൻ, ഓപ്ഷൻ എ. നെക്സ്റ്റ് സംഭവിച്ചിരിക്കുന്നത് ഒന്നാമത്തതും രണ്ടാമത്തതും തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെയാണ് ഈ അമ്പ് കിടന്നത്. ഈ അമ്പ് 180 ഡിഗ്രി തിരിഞ്ഞ് ഇങ്ങോട്ട് വന്നു, മുകളിൽ കയറി, ഇങ്ങനെ കയറി, കണ്ടോ? അപ്പോൾ ഇവിടെ മൂന്നാമത്തെ ഫിഗറിൽ നാലാമത്തെ ഫിഗർ വരുമ്പോൾ ഈ മുകളിൽ കിടക്കുന്ന ആൾ തിരിഞ്ഞ് എവിടെ വരണം? താഴെ വരണം, ഇങ്ങനെ വരണം, താഴോട്ട് വരണം. നമുക്ക് ഇതും കൂടെ ഒന്ന് വരച്ച് വയ്ക്കാം. ഓക്കെ, അതായി. ഇനി ഈ വര എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് ചാടി രണ്ടാം സ്റ്റെപ്പ് ചാടിയാണ് ഇത് എവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെയും ഈ വര 2 സ്റ്റെപ്പ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ചാടിക്കാം. ഇവിടെ കിടക്കുന്ന ആൾ ഇവിടെ വരും, ഇവിടെ വരും, രണ്ട് സ്റ്റെപ്പ് ചാടി ഇവിടെ വരും, ശരിയല്ലേ? 2 സ്റ്റെപ്പ്. ഇനി ഉണ്ടയും കൂടെ ഉണ്ട് അല്ലേ? വെളുത്ത ഉണ്ട കണ്ടോ? വെളുത്ത സർക്കിള്. ഈ സർക്കിള് ഇവിടെ നിന്ന് ഒരു ചാട്ടം, 2 ചാട്ടം, അപ്പോഴാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ സർക്കിൾ ഇവിടെ കിടക്കുന്നു, അത് ഫസ്റ്റ് ചാടി, സെക്കൻഡ് ചാടി, അപ്പോൾ ഇവിടെ വരും. അപ്പോൾ ഏത് ഫിഗറായി? ഡി ഓപ്ഷൻ അല്ലേ, ഡി ഓപ്ഷൻ. നെക്സ്റ്റ് എന്താ സംഭവിച്ചിരിക്കുന്ന? നെക്സ്റ്റിൽ ഫസ്റ്റ് ഫിഗറും സെക്കൻഡ് ഫിഗറും തമ്മിൽ എന്താ ബന്ധം? ഈ ഓപ്പോസിറ്റുള്ള സാധനം എണിച്ച് നേരെ അതിൻ്റെ ഈ ലൈൻ എടുത്ത് നേരെ ഓപ്പോസിറ്റ് വന്നു അല്ലേ? അങ്ങനെയല്ലേ സെക്കൻഡ് ഫിഗർ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ സർക്കിൾ ഒരു കുളം ഇങ്ങോട്ട് ചാടിച്ച് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വന്നു, അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൈൻ നേരെ ഓപ്പോസിറ്റ് വരും. ഈ ഒരു സർക്കിൾ ഒരു കളം ഇങ്ങോട്ട് ചാടിയിട്ട് അത് നേരെ ഇവിടെ വരും അല്ലേ? അപ്പോൾ അങ്ങനെ നോക്കണമെങ്കിൽ നമുക്ക് ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് എങ്ങനെ മാറിയിരിക്കുന്നത്? ഫസ്റ്റും സെക്കൻഡും ഫസ്റ്റിൽ ഇതെങ്ങനെ ഈ ലൈനാണ്, അത് നിങ്ങൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറക്കുകയാണെങ്കിൽ അത് നേരെ ഇങ്ങനെ വരും, പക്ഷെ അമ്പ് ഇവിടെ ആയിരിക്കും. ഈ അമ്പിനെ നേരെ തിരിച്ചിടണം. ഈ അമ്പിനെ ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് ചാടിയുള്ളൂ ക്ലോക്ക് വൈസിൽ. അമ്പിനെ നേരെ തിരിച്ചിടുമ്പം അമ്പ് ഇങ്ങനെ വരും, എന്നിട്ടും ആയില്ല. അതിനെ നേരെ റൈറ്റിലോട്ട് തിരിക്കണം. അതിന് വീണ്ടും അപ്പോൾ ഈ അമ്പിനെ നേരെ നമ്മളിവിടെ കിട്ടിയ അമ്പിനെ നേരെ തലകുത്തി വെച്ചിട്ട് അതിനെ എന്ത് ചെയ്തു? കണ്ണാടി കാണുന്ന പോലെ തിരിച്ചു. കണ്ണാടി കാണുമ്പോൾ തിരിക്കുമ്പോഴാണ് നമുക്കത് ഈ ഫിഗർ ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതാദ്യം ഒരു സ്റ്റെപ്പ് അപ്പുറത്ത് പോകണം. അപ്പുറത്ത് പോകുമ്പോൾ ആ ഫിഗർ ഇങ്ങനെ വരും. എന്നിട്ട് അതിന് തലകുത്തി വയ്ക്കണം. തലകുത്തി വയ്ക്കുമ്പോൾ ഇങ്ങനെ വരും. എന്നിട്ട് വേണം തിരിക്കുമ്പോൾ ആ ഫിഗർ ഇങ്ങനെ ആയിരിക്കും വരുന്നത്, ശരിയല്ലേ? ഇങ്ങനെ ആയിരിക്കും ആ ഒരു ലൈൻ വരുന്നത്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയത്. അപ്പോൾ ഇത് നേരെ ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് ചാടിയിരിക്കുകയാണ്. അതിങ്ങോട്ട് ചാടുമ്പോൾ അതിങ്ങനെ ആയിരിക്കും വരുന്നത്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു സാധനം വന്നിട്ട് അല്ലേ ഇവിടെ ഇത്. ഇതിന് നേരെ തലകുത്തി വെച്ചാലേ എന്ത് കിട്ടുള്ളൂ? നേരെ തലകുത്തി വെച്ചാലേ നമുക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടും, ശരിയല്ലേ? അപ്പോൾ അതുപോലെ ഇവിടെ ഈ ഒരു ഇതിനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? വരയ്ക്കാറുണ്ടല്ലോ, ഇങ്ങനെയല്ലോ വരുന്നത്. ഇങ്ങനെ വരും. നേരെ തലകുത്തി വയ്ക്കണം അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നേരെ തലകുത്തി വയ്ക്കുമ്പോഴത്തേക്കും മുകളിലാണ് റാ ഷേപ്പ് വരുന്നത്. മുകളിൽ റാ ഷേപ്പ് വന്നിട്ട് ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഈ ഫിഗർ വന്നിട്ട് ഏത് ഫിഗർ വരും? ഡി അല്ല, ഈ ഓപ്ഷൻ അല്ലേ? ഈ ഓപ്ഷനിൽ ഈ ഒരു ഭാഗം കൂടെ ശ്രദ്ധിക്കണം. ഇതായിരിക്കുമല്ലോ ആദ്യം വരുന്നത്. അതുകൊണ്ട് ഈ ഒരു ഭാഗം ഇവിടെ ആയിരിക്കും വരുന്നത്. ഈ ഒരു ഭാഗം. അപ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് തെറ്റിച്ചോ?
ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ഓപ്ഷൻ. ഒന്ന് വരച്ചത് മാറിപ്പോയോ? തലതിരിഞ്ഞ് വന്നിട്ട് ഓക്കെ, ഇത് ഇവിടെ വരുമ്പോഴത്തേക്കും വരച്ചത് മാറിപ്പോയി അല്ലേ? ഇങ്ങനെ വരുന്നു, ഇവിടെ എത്തുമ്പോൾ അത് തിരിയും. വരച്ചില്ല മിസ്റ്റേക്ക് കേട്ടോ, ഇങ്ങനെ തിരിയും. അപ്പോൾ അങ്ങനെ നോക്കണമെങ്കിൽ ഓപ്ഷൻ ഇ അല്ല, ഓപ്ഷൻ ഡി ആ വരുന്നത്. കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണേ. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് പ്രോബ്ലം ഫിഗർ. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? നമ്മളിതാ ഈ ഒരു ഫസ്റ്റ് ഇന്ന് സെക്കൻഡ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? അപ്പോൾ ഫസ്റ്റിനെ ഒരു ഇങ്ങനെ അങ്ങ് തിരിക്കുമ്പം എന്താ ഇവിടെ ഇങ്ങനെ ഒരു സ്ക്വയറും വരും. പിന്നെ എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെ വന്നിട്ട് ഇങ്ങനൊരു വരയും വരും അല്ലേ? എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്തു? ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് തിരിച്ചു. ഈ ഭാഗം ഫസ്റ്റും വരണം, ഈ ഭാഗം ലാസ്റ്റും വരണം. അങ്ങനെ വരയ്ക്കുമ്പോഴാണ് ഇതെങ്ങനെ കിട്ടുന്നത്. ശരിയല്ലേ? അപ്പോൾ ആദ്യം ഒരു 90 ഡിഗ്രി അളവ് തിരിക്കണം. അപ്പോൾ ഇതിനെ ഒന്ന് ഇങ്ങനെ തിരിക്കുമ്പോഴത്തേക്കും അതെന്തൊരു ഫിഗർ! ഇതെങ്ങനെ വന്നിട്ട് ദൈവമേ, വരയ്ക്കാനും പറ്റുന്നില്ലല്ലോ. എന്നുവെച്ചാൽ ഈ ഭാഗം എന്താ ഇവിടെയും വരും, ഈ ഭാഗം എന്താ ഇവിടെയും വരും. എന്നിട്ട് ആണ് നേരെ തിരിക്കണം. തിരിക്കുമ്പോൾ ഈ ഒരു ഭാഗം ഇപ്പർ സൈഡിലും വരും. അതായത് ഏത് ഓപ്ഷനായിട്ട് വരും? അത് ജസ്റ്റ് തിരിക്കുന്നത് കേട്ടോ, സി ഓപ്ഷനായിട്ട് തന്നെയാണ് വരുന്നത് അല്ലേ? ശരിയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ആദ്യം ഇതിനൊന്ന് കറക്കിയിട്ട് ഒന്ന് ഇങ്ങനെ കറക്കണം. ഓക്കെ, കറക്കിയിട്ട് അതിനെ ഒന്ന് ലെഫ്റ്റ് റൈറ്റോട് തിരിക്കുമ്പോഴാണ് ഈ സാധനം കിട്ടുന്നത്. അതുപോലെ ഇതിനെ ഒരു വട്ടം ഇങ്ങനെ തിരിക്കണം. തിരിച്ചിട്ട് ഒന്ന് ലെഫ്റ്റ് റൈറ്റ് തിരിക്കുമ്പോൾ നമുക്ക് ഏത് വന്നോളും? ഓപ്ഷൻ സി വന്നോളും. ഓക്കെ, അത് വരയ്ക്കാൻ പാടും, അതുകൊണ്ടാണ് കേട്ടോ. ഈ വരച്ചിട്ട് ശരിയാവില്ല, ഞാൻ അത്ര വലിയ കലാകാരനല്ല, അതുകൊണ്ട് കിട്ടുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം ഫിഗർ. ഇവിടെ അടുത്തിൽ എങ്ങനെയാണ് ഫസ്റ്റും സെക്കൻഡും വരുന്നത്? ഒന്ന് തലകുത്തി വെച്ചാൽ ശരിയാവുമോ? തലകുത്തി വെച്ചാൽ മതി. കാരണം ഈ മുകൾ ഭാഗം താഴോട്ട് വന്നു, താഴത്തെ ഭാഗം മുകളിലോട്ട് വന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ മുകൾ ഭാഗം താഴെ ആക്കുക, താഴത്തെ ഭാഗം മുകളിലാക്കുക. അപ്പോൾ ഏത് ഓപ്ഷൻ ആയിരിക്കും? ഒന്ന് നോക്കിയേ, ഏത് ഓപ്ഷൻ ആയിരിക്കും? ഓപ്ഷൻ ബി ആണ്. ജസ്റ്റ് തലകുത്തിയിട്ടാൽ മതി. വീണ്ടും ലീഫിൻ്റെ ഒരു കണക്കാണ്. ഈ ലീഫ് എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്? നമുക്ക് ഈ വെള്ള ലീഫ് ഉണ്ടല്ലോ, വെള്ള ലീഫിനെ ഒരു 135 ഡിഗ്രി കറക്കി ഇങ്ങോട്ട് വരും. അതായത് വെള്ള ലീഫ് ഇങ്ങനെ കിടക്കുന്ന 130 ആകുമ്പോൾ ഇങ്ങനെ ആവും. ശരിയല്ലേ? അങ്ങനെയല്ലേ ഈ ഫിഗർ വന്നിരിക്കുന്നത്, കണ്ടോ? അപ്പോൾ ഇവിടെ ഇപ്പോൾ വെള്ള ലീഫ് ഇങ്ങനെ കിടക്കുന്ന 135 ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ആവും അല്ലേ? അപ്പോൾ വെള്ള ലീഫ് മുകളിലോട്ട് എ ഓപ്ഷനിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് അത് തന്നെ അങ്ങിടാം. എ ഓപ്ഷനാണ് ആൻസർ. ഇവിടെ 135 ഡിഗ്രിയാണ് കറക്കിയിരിക്കുന്നത് കേട്ടോ. ഓപ്ഷൻ എ. പ്രോബ്ലം ഫിഗർ. ഫസ്റ്റ് ഫിഗറിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഫസ്റ്റും സെക്കൻഡും നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫിഗറിൽ ഇത് സെക്കൻഡ് വന്നപ്പോൾ ഈ സ്റ്റാർ ഇവിടെ ഇല്ല. പക്ഷേ ഈ ഒരു വി ഷേപ്പ് ഒരു പ്രാവശ്യം ഒന്ന് 90 ഡിഗ്രി ഇങ്ങോട്ട് തിരിഞ്ഞു, അപ്പോഴാണ് മുകളിലോട്ട് കയറിയത്. അതുപോലെ നമുക്ക് ഇവിടെ സ്റ്റാർ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് ഒരു പ്രാവശ്യം ഒന്ന് താഴോട്ട് തിരിച്ചു കഴിഞ്ഞാൽ എ ഓപ്ഷനായിട്ട് വരും. ഇങ്ങനെ വരും, ഓപ്ഷൻ എ. നെക്സ്റ്റ് ഫിഗറിൽ എന്താണ്? ഈ ഫസ്റ്റ് ഫിഗറിനും സെക്കൻഡ് ഫിഗർ ഒന്ന് തലകുത്തി ഇട്ടു അല്ലേ? അപ്പോൾ ഇതിനെ നമുക്കൊന്ന് തലകുത്തി ഇടുമ്പോഴത്തേക്കും ഇതെങ്ങനെ വന്നിട്ട് ഇതെങ്ങനെ കറക്റ്റ് അല്ലേ? ഇങ്ങനെ വരും. പിന്നെ ഇവിടെ വെർട്ടിക്കലാണെങ്കിൽ ഇവിടെ ഹൊറിസോണ്ടൽ, ഫസ്റ്റും സെക്കൻഡും നോക്കുമ്പോൾ. അപ്പോൾ ഇവിടെ ഇപ്പോൾ വെർട്ടിക്കലായിട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കാം. അപ്പോൾ ഓപ്ഷൻ എ തന്നെ വരും അല്ലേ? ഓപ്ഷൻ എ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോൺ വെർബൽ റീസണിങ് ആണ്, പടങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ചിങ്ങനെ തലപുകഞ്ഞ് ചിന്തിച്ച് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. ഇവിടെ ആദ്യത്തെ ഒന്നാമത്തെ രണ്ടാമത്തെ ഫിഗറിന് എന്തോ ബന്ധമുണ്ട്, ആ ബന്ധം നമ്മൾ കണ്ടുപിടിക്കണം. അതുപയോഗിച്ച് വേണം മൂന്നാമത്തെ നാലാമത്തെയും എൻ്റെ ബന്ധം കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളെന്തായാലും ഒന്നും കൂടെ ഒന്ന് നോക്കുക. സോ താങ്ക് യു ഓൾ ഓഫ് യു.